പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുന്നു. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എന്നെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ വളരെ ഫലം പുറപ്പെടുവിക്കും. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ അവസാനത്തെ പ്രസംഗമാണ്, ജീവിതത്തിൻ്റെ അവസാന ഭാഗമാണ് യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ അധ്യായം. ഇവിടെ ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ വരുമ്പോഴാണ് പറയുന്നത്, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി. മഹത്വപ്പെടുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം പ്രകടമാക്കുന്നത് യേശുവിൻ്റെ കുരിശിലാണ്. അപ്പോൾ കുരിശിലൂടെയാണ് മഹത്വം പ്രകടമാവുക. അപ്പോൾ മഹത്വപ്പെടാനുള്ള സമയമായി. അത് മഹത്വപ്പെടുന്നതാണ്, അതിൻ്റെ ഉദാഹരണമാണ് യേശു പറയുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണഴിയണം. ഒരു വിത്ത് നിലത്ത് വീണ് അഴിഞ്ഞെങ്കിലല്ലേ വളരുകയുള്ളൂ, ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ എന്ന് പറയുന്നതുപോലെ യേശുവിൻ്റെ കുരിശുമരണം ഒരു പരാജയമല്ല, അവസാനമല്ല, അതൊരു തുടക്കമാണ്. ലോകരക്ഷയുടെ പുതുജീവൻ എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നതിൻ്റെ തുടക്കമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെയാണ് യേശുവിൻ്റെ കുരിശുമരണം. അഴിഞ്ഞു കഴിയുമ്പോൾ അത് വളരും, വലിയ ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് നമ്മളോടും ആവശ്യപ്പെടുന്നതാണ്, നിലത്ത് വീണ് അഴിയാൻ തയ്യാറാകണം. സഹനം സന്നദ്ധമാണ്. അപ്പോൾ യേശു വിശ്വസിക്കാൻ മാത്രമല്ല, യേശുവിനെ സഹിക്കാനും യേശുവിൻ്റെ കുരിശിലുള്ള പങ്കുചേരലിനും നമ്മൾ തയ്യാറാകണം. ഇപ്പോൾ കുരിശ് വരച്ചാൽ പോരാ, കുരിശ് എടുത്താൽ പോരാ. എന്ന് പറഞ്ഞാൽ കുരിശ് അലങ്കാര വസ്തുവായി എടുത്ത് തൂക്കിയാൽ പോരാ, കുരിശിൽ പങ്കുചേരാൻ തയ്യാറാകണം. എന്താണ് കുരിശിലുള്ള പങ്കുചേരൽ? ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. ആ സ്നേഹത്തിൻ്റെ പേരിൽ എന്തു ത്യാഗവും ഏറ്റെടുക്കാൻ സന്നദ്ധമാവുക, ഒഴിഞ്ഞു മാറാതിരിക്കുക. അങ്ങനെ നിലത്ത് വീണഴിയുമ്പോൾ, യേശുവിൻ്റെ കുരിശിൽ പങ്കുചേരുമ്പോൾ യേശുവിൻ്റെ മഹത്വത്തിലും പങ്കുചേരാൻ സാധിക്കും. അപ്പോൾ നോമ്പുകാലമാണ്, ഇത് വലിയ ആഴ്ചയാണ്. അപ്പോൾ യേശുവിൻ്റെ ഈ സഹനത്തിലുള്ള പങ്കുചേരലിന്, അതിലൂടെ ഉത്ഥാനത്തിലേക്കുള്ള പങ്കുചേരലിനുള്ള ഒരു ഒരുക്കമാണ് ഈ കാലഘട്ടം. പ്രത്യേകം പ്രാർത്ഥിക്കുക, ഓർക്കുക. നിലത്ത് വീണഴിയാതെ ഒരു വിത്തും ഫലം പുറപ്പെടുവിക്കുകയില്ല. അതുകൊണ്ട് സഹനങ്ങളും വേദനകളും പരാജയങ്ങളും ഉണ്ടാകും. നിരാശപ്പെടാതിരിക്കുക. യേശുവിൻ്റെ കുരിശിലുള്ള പങ്കുചേരലായി അതിനെ കണക്കാക്കുക. നമ്മൾ നിത്യജീവനിലേക്ക് നയിക്കുന്നതായിരിക്കട്ടെ. അതിനുള്ള പ്രത്യാസം പ്രദാനം ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക